അസ്സലാമലൈക്കും. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഡ്രീം വേൾഡ്. ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇശിൽ ഭയങ്കരമായ ബഹളം. ഉമ്മി പാർക്കിൽ പോകണം. അങ്ങനെ ഞാനും ഇശലിൻ്റെ വാപ്പിയും കൂടെ ഞങ്ങൾ പാർക്കിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പം ഇശലിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, കൂടെ ഹറൂജ്. ഇവിടെ അബുദാബി നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പകലൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്നത് തന്നെ ഒരു 9 മണി 9:30 ആയപ്പോഴാണ്. ഷിലു ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഹറൂജി നമ്മുടെ കൂടെ ആദ്യമായിട്ടാണ് പുറത്ത് വരുന്നത്. അപ്പോൾ ഹറൂജിന് ഉമ്മയും വാപ്പിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പാർക്കിൽ പോകുമ്പോൾ എന്തുവാണ് അവസ്ഥയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇവർ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോവുകയാണ് പാർക്കിൽ. കാറിൽ കിടന്ന് ഭയങ്കരമായ ബഹളമായിരുന്നു. രണ്ടുപേരും കൂടെ പാട്ടിട്ട് ഡാൻസ് ചെയ്ത് ഭയങ്കര ആട്ടമായിരുന്നു. അങ്ങനെ നേരെ പാർക്കിലെത്തിയപ്പോൾ രണ്ടുപേരുടെയും അപ്പുറം ഇപ്പുറം കൈ ഷമീർക്ക് പിടിച്ചിട്ടുണ്ട്. കാരണം പാർക്കെത്തുമ്പം ഇവർ ഓടുമെന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷെ ഇവരിങ്ങനെ ആലോചിച്ചില്ല. ഇവരിങ്ങനെ നോക്കുവാണ് എവിടെയൊക്കെ പോകണമെന്ന്. അപ്പോൾ അറൂജ് ഫസ്റ്റ് ടൈമാണ് ഈ പാർക്കിൽ വരുന്നത്. ഇശൽ ഇതിന് മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ഒരുപാട് റൈഡും നല്ല കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാർക്കാണ്. നമ്മുടെ അബുദാബി സിറ്റി തന്നെയാണ് ഈ പാർക്കും. എനിക്ക് തോന്നുന്നു ഈ പാർക്കിൻ്റെ പേര് ക്യാപിറ്റൽ പാർക്ക് എന്നാണ്. ഇഷ്ടംപോലെ റൈഡുണ്ട്, അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാരും വരുന്ന ഒരു പാർക്കാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് ആൾ കുറവാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ചൂടാണ് അബുദാബിയിൽ. എനിക്ക് തോന്നുന്നു 50 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉണ്ട്. ഇപ്പോൾ രാത്രിയായിട്ട് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, നല്ല രീതിയിൽ നമ്മൾ വിയർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷമീർക്ക് കൈ വിട്ട് ഉടനെ തന്നെ 2 പേര് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഒരു റൈഡിൽ കയറാൻ വേണ്ടി ഓടുവാണ്. കാരണം അവിടെ പല ഭാഗത്തായിട്ടാണ് റൈഡ് ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഭയങ്കരമായിട്ടും റൈഡുകളുണ്ട് ഇഷ്ടംപോലെ. എത്ര റൈഡ് വേണമെങ്കിലും നമുക്ക് കയറാം, ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ്ട് അവർ ഓടിച്ചെന്ന് കയറിയത് നമ്മളിങ്ങനെ പുറത്ത് നിന്ന് ഇങ്ങനെ കറക്കി കൊടുക്കണം. അപ്പോൾ അവരിങ്ങനെ കറങ്ങുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ഫിലിപ്പീനും ഒരു കൊച്ചുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ കറക്കം കൊണ്ടാണെന്ന് തോന്നുന്നു കൊച്ച് പേടിച്ച് അപ്പം തന്നെ ഇറങ്ങിപ്പോയി. ഇവർക്ക് 2 പേർക്കും നല്ല രീതിയിൽ സ്പീഡിൽ കറക്കണം. അങ്ങനെ ഷമീർക്ക് ഇങ്ങനെ കറക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ കുറേ ഇങ്ങനെ കറക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തല കറങ്ങും. അങ്ങനെ കുറച്ച് കറങ്ങിനപ്പം അറൂജ് പറഞ്ഞു, ആൻറ്റി മതി, തല കറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ നോക്കുവാണ് വേറെ ഏത് റൈഡിലാണ് ഇവരെ കയറ്റേണ്ടതെന്ന്. പക്ഷെ നമ്മൾ പറയുന്ന റൈഡിലൊന്നും ഇവർ കയറില്ല. ഇവർക്ക് ഇഷ്ടമുള്ള പല റൈഡിലായിട്ട് കയറുവാണ്. അങ്ങനെ ഇവർ ദാണ്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ദാണ്ട് ഓടി. ഇശൽ വേറൊരു വഴിക്കും അറൂജ് വേറൊരു വഴിക്കുമാണ് പോയത്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും 2 ഇഷ്ടങ്ങളാണുള്ളത്. ഇശലിന് കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ളതും ഭയങ്കരമായിട്ട് മേളിൽ കയറി പോകുന്ന റൈഡൊക്കെയാണ് ഇശലിന് ഇഷ്ടം. പക്ഷേ അറൂജിന് അങ്ങനെയല്ല. അറൂജിന് സിമ്പിളായിട്ടുള്ള സ്ലൈഡ് അങ്ങനത്തെ റൈഡൊക്കെയാണ് അറൂജിന് ഇഷ്ടം. അപ്പോൾ ഇക്കടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളെ നോക്കിക്കോളാം, ഒരാൾ നോക്കാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇശൽ കയറിയതാണ്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന റൈഡാണ്. ഇത് കണ്ടപ്പോൾ നമുക്കില്ല, പണ്ട് ആൽമരത്തിനകത്ത് ഇങ്ങനെ പിടിച്ച് നമ്മൾ തൂങ്ങത്തില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇശലിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ വട്ടം ഇതിനകത്ത് കയറുന്നതുകൊണ്ട് ഇങ്ങനെ തൂങ്ങി നടക്കണം. അപ്പോൾ അപ്പുറത്തെ സൈഡ് ഹസ്ബൻഡ് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ തൂങ്ങാൻ പറ്റത്തുള്ളൂ. ഒരാൾ അപ്പുറത്തെ സൈഡ് ഇങ്ങനെ തൂക്കണം, എന്നാലേ തൂങ്ങത്തുള്ളൂ. അതൊരു റൈഡാണ്. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പാർക്കിൽ ഇങ്ങനെ ഒരു റൈഡ് കാണുന്നത്. ഞാൻ പല പാർക്കിലും പോയിട്ടുണ്ട്, ഇങ്ങനെ ഇത് കണ്ടിട്ടില്ല. പക്ഷേ അറൂജ് അപ്പുറത്ത് അവിടെ സ്ലൈഡിലാണ് കയറിയത്. അപ്പോഴത്തേനും അറൂജ് നടന്ന് ബാ ഇശലേന്ന് വിളിച്ചു. അങ്ങനെ ഇശൽ നേരി അറൂജിൻ്റെ അടുത്തോട്ട് പോയി. അതിങ്ങനെ സ്ലൈഡാണ്. അതെല്ലായിടത്തും ഉള്ള പാർക്ക്, നോർമലായിട്ട് എല്ലായിടത്തും കാണുന്നത്. ഇങ്ങനെ കയറ് പോലെ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ നേരി സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. അങ്ങനെ ഉള്ളതിനകത്താണ് അവിടെ കയറിയത്. അങ്ങനെ അതിനകത്തെല്ലാം കയറി ഇങ്ങനെ കുറേ നിന്ന്. അപ്പം ഇവിടെ തന്നെ ഈ പാർക്കിൻ്റെ ആ സൈഡിൽ തന്നെ നമുക്ക് നല്ല നടുക്ക് തന്നെ ഒരു കുറച്ച് വെള്ളം ഇങ്ങനെ വീഴുന്നതായിട്ടുള്ളൊരു സാധനമുണ്ട്. അവിടെയൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പോയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇവരെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ പോയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാ റൈഡിലും ഇങ്ങനെ കുറേ പിള്ളേരുണ്ടായിരുന്നു. കുറേ ഫിലിപ്പീനി പിള്ളേരുണ്ടായിരുന്നു, കുറേ പിള്ളേരുണ്ടായിരുന്നു. അപ്പം ഈ പാർക്കിൽ ചെല്ലുമ്പോൾ എല്ലാ പിള്ളേരുമായിട്ടും നമ്മൾ ഒരുപാട് മിങ്കിളാവും. കാരണം എന്ന് വെച്ചാൽ കളിക്കാനൊക്കെ ആയിട്ട് അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരെയൊക്കെ കണ്ടുപിടിക്കും ഇവർ രണ്ടുപേരും. അങ്ങനെ അടുത്ത റൈഡിലോട്ട് പോകുന്നതും ഇതിങ്ങനെയെന്ന് വെച്ചാൽ നല്ല ഒരു ഇതാണ്. കാരണം ഇങ്ങനെ പാറക്കൽ പോലെ ഇങ്ങനെ കല്ലിങ്ങനെ അവർ പതിപ്പിച്ചേക്കും. അതിനകത്ത് ഇങ്ങനെ കയറി വന്നിട്ട് മേളിൽ നമ്മൾ ഈ കമ്പിക്കകത്തൂടെ ചാടി താഴോട്ട് ഇറങ്ങുന്ന ഒരു റൈഡാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അറൂജ് ഫസ്റ്റ് ടൈമാണ് ഈ പാർക്കിൽ പോകുന്നത്. അപ്പോൾ അവൾ ഈ റൈഡിൽ കയറിയിട്ടില്ല. അവൾക്ക് ആഗ്രഹത്തോടെ അവൾ മേളിൽ കയറി. പക്ഷേ അവൾ ഈ കമ്പി കൂടെ തൂങ്ങി ഇറങ്ങി വരണം. പക്ഷേ അവൾക്ക് പേടി, അവൾ വരുന്നില്ല. അങ്ങനെ അവൾ മാക്സിമം ഞങ്ങളിങ്ങനെ ഇശൽ കാണിച്ചു കൊടുക്കുവാണ്, ഇങ്ങനെയാണ് വരേണ്ടതെന്ന്. പക്ഷേ അവൾ വന്നില്ല. അവൾക്ക് പേടിയാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് പിന്നെ അവൾ കയറിയെടുത്തുകൂടെ തന്നെ ഇറങ്ങി വരേണ്ട ഒരവസ്ഥയാണ് വന്നത്. ഒരുപാട് ഞങ്ങൾ ട്രൈ ചെയ്തു. കുഴപ്പമില്ല, ഞങ്ങൾ 2 പേരും പിടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് പേടിയാ വരുന്നില്ല ആൻറ്റി എന്ന് പറഞ്ഞു. ഇശലാണെങ്കിൽ ആ സമയം കൊണ്ട് 2-3 വട്ടം കയറി ഇറങ്ങി കാണും. ഇശലിന് ഭയങ്കര ഇഷ്ടമാണ് ഈ റൈഡ്. ഇശലിന് ഇവിടെ വന്നതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് തോന്നുന്നു ഈ റൈഡും എൻ്റെ ആ തൂങ്ങിക്കിടക്കുന്ന റൈഡുമാണ്. എപ്പോഴും അതിനകത്താണ് കയറുന്നത്. ഇശൽ ഇതിന് മുമ്പ് ഒരു വട്ടം ഹസ്ബൻഡ് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇശലിന് ഇവിടുത്തെ പല റൈഡുകളും അറിയാം.
അങ്ങനെ ഞങ്ങൾ ഇശലാണ്ട് അവിടെ കയറുന്നുണ്ട്. ഞങ്ങൾ മാക്സിമം അവളെ ഇറക്കാൻ നോക്കുമ്പോൾ ഇശൽ ഇപ്പുറത്തുനിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് പിന്നെ ഞങ്ങൾ ഈ കയറിയ വശത്തൂടെ തന്നെ അവളെ ഇങ്ങനെ ഞങ്ങൾ ഇറക്കി പതുക്കെ പിടിച്ച് പിന്നെ ഹസ്ബൻഡ് ഇറക്കി കൊടുത്തു. പിന്നെ എന്നിട്ട് പറഞ്ഞു ഇനി കയറണ്ടെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അവൾക്ക് പേടിയാണ്, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ ഇവിടുന്ന്, എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ നിന്ന്. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു, ഒട്ടും പറ്റുന്നില്ല കേട്ടോ നമുക്ക്. ഞാനും ഹസ്ബൻഡും ചുമ്മാ നിൽക്കുവാണെങ്കിൽ നല്ല നെല്ല് വിയർത്തു. ഇവർ പിന്നെ കളിക്കുന്നുണ്ടെങ്കിലും പറയാം, ഞങ്ങൾ ഇവരുടെ പുറകെ നിൽക്കുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വിയർത്തു. കാരണം ഭയങ്കര ഹ്യൂമിഡിറ്റിയാണിത്. അതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ പുറത്തിറങ്ങാറില്ല അബുദാബിയിൽ. അതുകൊണ്ടാണ് ഈശോയെ കുറച്ച് ദിവസമായി പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കുണ്ട്, അവിടെ ഇങ്ങനെ റൈഡില്ല എങ്കിൽ പോലും അവിടെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അവിടെ ഇങ്ങനത്തെ അഡ്വഞ്ചർ റൈഡൊന്നുമില്ല, സ്ലൈഡ്, ഊഞ്ഞാൽ അങ്ങനത്തെ റൈഡുള്ളൂ. അതുകൊണ്ടാണ് ഈശോന് ഇങ്ങനത്തെ പാർക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ കണ്ടെത്താണ്ട് അവളെ ഇങ്ങനെ ഇറക്കി ബാക്കിലോട്ട് ഇങ്ങനെ അതുപോലെ ഞാൻ കയറിയിരിക്കുന്ന എടുത്തുകൂടെ തന്നെ ഞങ്ങൾ തിരിച്ചിറക്കി. രണ്ടുപേരും നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്നാക്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. സ്നാക്സായിട്ട് ഞാൻ കൊണ്ടുപോയത് കുക്കുമ്പറിനകത്ത് കുറച്ച് സോൾട്ടും കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. രണ്ടുപേരും പെട്ടെന്ന് തന്നെ സ്നാക്സൊക്കെ കഴിച്ചു. വീണ്ടും കളിക്കാനായിട്ട് ഇറങ്ങി. പക്ഷേ അപ്പോഴത്തേനും ടൈം ഒരുപാടായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വാ പോവാമെന്ന് പറഞ്ഞു. പക്ഷേ രണ്ടുപേർക്കും തീരെ താല്പര്യമില്ലായിരുന്നു വരാൻ. കാരണം രണ്ടുപേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരെയും പിടിച്ചു നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അറൂജ് വന്നില്ല ആൻറ്റി നമുക്ക് പോകുന്നില്ലെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മോളെ നമുക്ക് പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരെയും പിടിച്ച് കൊണ്ടുപോയി. പക്ഷേ രണ്ടുപേരും നല്ല രീതിയിൽ സന്തോഷത്തിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരുമിച്ച് ആദ്യമായിട്ടാണ് പാർക്കിൽ പോകുന്നത്. ഭയങ്കരമായിട്ട് ഒരുപാട് റൈഡിലൊക്കെ കയറാൻ പറ്റി. ആൻറ്റി നമുക്കിനി വരണേ എന്നൊക്കെ അറൂജ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും കൂടെ പിടിച്ച് തിരിച്ച് നമ്മൾ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം നിങ്ങളുടെ മക്കൾക്ക് പാർക്കിൽ പോകുമ്പോൾ ഏത് റൈഡിൽ കയറാനാണ് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്, എത്ര പേർക്ക് എല്ലാ റൈഡും ഇഷ്ടമാണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഓക്കെ ബൈ.